ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി സാധനം നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവാ. ഇവിടങ്ങുമല്ല, അങ്ങ് ആഫ്രിക്കയിൽ കണ്ടുപിടിച്ച ഒരു വ്യത്യസ്തമായ വിഭവം. ഞാൻ വിചാരിച്ച ആഫ്രിക്കയിൽ പോകണം. ഇല്ല, ആഫ്രിക്കയിൽ പോകുന്നില്ല. ആഫ്രിക്കയിൽ ഐറ്റം നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആഫ്രിക്കൻ ഫൂഫു. കേട്ടോ? ആഫ്രിക്കൻ ഫൂഫു ഫൂഫു എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഭയങ്കര ഡിഷാ. നമ്മളിപ്പോ ഇവിടെ ചോറ് കഴിക്കത്തില്ലേ, അതുപോലെ ആഫ്രിക്കയിൽ ഒരു സംഭവമാണ് ഫൂഫു. റീൽസിലും യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടേ ഇല്ല, ഞാൻ കണ്ടില്ല. ഒത്തിരി പേരുണ്ടാക്കിയിട്ടുണ്ട് ഫൂഫു. മറ്റേ ഇങ്ങനെ ബിളുബിളാന്ന് ഇങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു സാധനം. അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അല്ല, മരച്ചീനി പുഴുങ്ങി അതെങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെ ആക്കും. അതാണ് കണ്ടിട്ടുമില്ല. ചീനി മാത്രം ഇല്ല, അതിന്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള മത്തിക്കറി വേണമെങ്കിൽ മത്തിക്കറി, പിന്നെ മറ്റേ ഇറച്ചിക്കറി വേണമെങ്കിൽ ഇറച്ചിക്കറി തിന്നാം, മട്ടൻ കറി തിന്നാം, എന്ത് അവിയലിന്റെ കൂടെ തിന്നാം. ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ അത് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എനിക്കൊരു ആഗ്രഹം അത് ഉണ്ടാക്കി തിന്നണമെന്ന്. ഒരു വെറൈറ്റി സാധനമല്ലേ ഫൂഫു. പേര് കൊള്ളാല്ലേ, ഫൂഫു. ഞങ്ങള് പുറത്ത് നിന്നിട്ടാട്ടോ ഇന്റർവ്യൂ എടുക്കുന്നത്. അച്ഛകത്ത് ഉറങ്ങും, അല്ലെങ്കിൽ അച്ഛൻ്റെ തന്തയ്ക്ക് വിളിക്കും. അല്ല, അച്ഛൻ തന്തയ്ക്ക് വിളിച്ചാൽ അച്ഛനല്ലേ പോരാട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഫൂഫു ഉണ്ടാക്കാം. ഇവിടെ മരച്ചീനി ഉണ്ടോ? ഇവിടെ മരച്ചീനി ഇല്ല, മരച്ചീനി മേടിക്കണം. അത് എനിക്ക് വീട്ടിൽ തന്നെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കി എനിക്ക് പുഴുതെടുക്കണം. ഒരു കമ്പ് കുഴിച്ചു വെക്കാൻ എന്തായാലും പുഴുതെടുക്കാറുന്നല്ലേ? അത് നിങ്ങൾ നട്ടു വെക്കണ്ടേ? ഇതൊക്കെ എനിക്കറിയാവോ, ഞാൻ കൊച്ചു പിള്ളേരല്ലേ. എനിക്കറിയാം നീ ഇപ്പൊ ഫൂഫു ഉണ്ടാക്കാൻ പറ്റും. ഈ ഫൂഫുവിന്റെ ഹിസ്റ്ററി അറിയാവോ? എന്ത്? ഞാൻ പിന്നെ പറഞ്ഞുതരാം, എനിക്കും അറിയത്തില്ല, നോക്കണം. നീ അത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ അരിയൊന്നും അടുപ്പിടത്തില്ലായിരുന്നല്ലേ? അരി അടുപ്പിട്ടല്ലേ കാര്യം, അല്ലേ ഞാൻ പട്ടിണി ഇരിക്കേണ്ടി വരും. നെഞ്ചിടിക്കുന്നുണ്ട സ്റ്റൈലിനൊക്കെയാണ് ഉറങ്ങുന്നത് ഇപ്പൊ. ശ്വാസം വലിച്ചിട്ട് ബാ, എണീക്ക്. ഇന്നൊരു വെറൈറ്റി സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ആഫ്രിക്കൻ ഫ്രൂ ഉണ്ടാക്കാൻ പോവാ. വാ, മീൻ കൊണ്ടുവന്നു കേട്ടാ. നമുക്കിന്ന് ഫൂഫുവിന്റെ കൂടെ മീൻ. ഇന്നൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോവാ. ആഫ്രിക്കൻ ഫൂഫു കേട്ടിട്ടുണ്ടോ? ഒരു മണിയാകുമ്പോ വന്നാൽ മതി, ഫൂഫു റെഡി. ചാളയല്ലേ? ചാള. ഇതിലൊക്കെ എന്തുവാ ഒളിപ്പിച്ചൊക്കെ ഇട്ടേക്കുന്ന നല്ല മീൻ കാണും. ഇത് മറ്റേ നിന്റെ പേരെന്തരായിരുന്നു അമ്മ? അത് മറന്നുപോയി. ചെങ്കലവയല്ലേ? ചെങ്കലവ കേട്ടോ. വന്നാ ഫൂഫുവിനാ, ചാള ഫൂഫു. നോമ്പാന്നാ? ഓക്കെ. ഓ, എല്ലാവർക്കും നോമ്പാല്ലേ? ഓ, ഭയങ്കര വെയില്. ഓക്കെ, ടാറ്റ. അച്ഛ ഉറക്കം എണീറ്റ് ഒന്ന് ഇരിക്കട്ടോ. അത് ഈ നേരത്തും കാലത്തൊക്കെ ഒന്ന് എണീറ്റൂടെ? നമ്മളൊരു ജീവിതത്തിന്റെ പകുതി പോയി. നമ്മളൊരു ജീവിതത്തിന്റെ പകുതി സമയം ഇപ്പം അച്ഛൻ ഉറങ്ങി തീർക്കുകയാണ്. എന്ന് നമ്മൾ രാവിലെ ഉറക്കം പിടിക്കണം. ഒന്നും ചെയ്യാല്ലെങ്കിൽ വെറുതെ എണീറ്റ് ഇങ്ങനെ ഇരിക്കാം. ഒരു ദിവസം ഇത്ര മണിക്കൂർ ഉറങ്ങണമെന്നുണ്ട്. അത് ഇത്ര മണിക്കൂർ ഉറങ്ങിയാൽ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലേ? ആഫ്രിക്കൻ ഫൂഫു കേട്ടിട്ടുണ്ടോ? കൂക്കു അല്ല, ഫൂഫു. അതെ, അതായത് ഇത് ആഫ്രിക്കൻ വനാതിർത്തികളിൽ അവിടുത്തെ മറ്റേ പ്രാചീന മനുഷ്യർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ ആഫ്രിക്കൻ ഫൂഫു. അങ്ങോട്ട് പോകില്ല, അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കും. അമ്മ ഹാപ്പി രാവിലെ നേട്ട അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഫൂഫു. അതാദ്യം പൂരി കളാട്ടോ. എന്റെ റൂമിന്റെ ഫ്രണ്ട് വേണ്ടെങ്കിൽ തിന്നണ്ട, അതേ ഉള്ളു. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ. ഇതൊരു പരീക്ഷണമാണ്. ചുട്ടിന്നല്ല ഇത് ഇങ്ങനെ അതെ. അല്ല, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഉളുകുളാതിരിക്കും വെച്ചാ. ഉളുകുളാതല്ല, ഈ ഹൂഹു അല്ല, ഇത് ചുട്ടല്ല, ഇത് ഇങ്ങനെ ബുളുബുളാതിരിക്കും. അതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാൻ. അതായത് ഇങ്ങനെ ഇടുമ്പോ ജെല്ല് ആകില്ലേ, അതുപോലെ ഇരിക്കും. ഇങ്ങനത്തെ ഒരു ഐറ്റം അത്. അച്ഛാ, അത് ഉണ്ടാക്കാം, നല്ലതാ. നീ പറയാതെ എന്തിനൊക്കെ പേപ്പർ, ന്യൂസ് പേപ്പർ ഇത് വീഡിയോ ലൈക്ക് ഇടാത്തവരുടെ ചന്തിക്ക് ഉറുമ്പടിക്കാനുള്ള പൂജ.
ഫൂഫ് നിർമ്മാണത്തിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. ആദ്യം പോയി നമുക്ക് ചീനി മേടിച്ചിട്ട് വരാം. നല്ല ഫ്രഷ് ചീനി. ഒന്നെങ്കിൽ വയലിൽ പോയി പുഴുവാം. അതിന് നമുക്ക് കണ്ടമില്ലല്ലോ. നാട്ടുകാരെ കണ്ട കിടക്കല്ലേ. നമുക്കെന്താ എല്ലാം നമ്മുടെതാണ്. നമ്മുടെ വീട്ടില് മാങ്ങ പിടിച്ചു കേട്ടോ. എന്തൊരു മാങ്ങയമ്മ ഇത്? ഇത് മറ്റേ കർപ്പൂരാദ്രി മാങ്ങ എങ്ങാണ്ട അങ്ങനത്തെ മാങ്ങയാ. അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഇത് എന്തോന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യത്തെ കർപ്പൂരാദ്രി മാങ്ങയാ ഇത്. കർപ്പൂരല്ലത് ആണ്. വേണ്ട ഗൈസ്, ആദ്യത്തെ മാങ്ങയാട്ടോ ഇത്. വേണ്ട കണ്ട് ഒറ്റ മാങ്ങ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കണ്ണിമാ. എന്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് മാങ്ങ പിടിക്കണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്താ യമഹ. പിന്നെ അങ്ങോട്ട് പൊട്ട് വെപ്പുണ്ട്. എങ്ങനെ ഇറങ്ങുന്ന ഇവിടെ കൊറേ മറ്റേ ചെറിയ മാങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടാ. കുഞ്ഞത് എന്തി ഓണ്ട ഗൈസ്, നിങ്ങൾ കാണാമോ? ദേണ്ട കണ്ടോ? അയ്യോ ഈശ്വര, ഇവിടെ കൊറേ കുഞ്ഞ് മാങ്ങകളും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്റെ വീട്ടിൽ ആദ്യമായിട്ട് മാങ്ങ പിടിക്കുന്ന. ഇത് എത്ര വർഷമായി നട്ടിട്ട്? 6-7 വർഷമായി കേട്ടോ ഈ മാങ്ങ നട്ടിട്ട്. വരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ചീനി പിഴുകാം. നമ്മൾ എങ്ങോട്ടാ പോണാ? കേറാന് എങ്ങോട്ടൊന്നും ഇല്ല. കണ്ടെത്തി പോട്ട് കേട്ടോ. കണ്ടത്തിന്റെ അവിടെ ഇഷ്ടം പോലെ ചീനി വളഞ്ഞു പോട്ടെ. നമുക്ക് അവിടെ നിന്ന് അങ്ങനെ പറിക്കാം ഗൈസ്. നമ്മുടെ ഒന്നും അല്ല കേട്ടോ. അയ്യോ പോയി എന്തായാലും പറയാം. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഉടമസ്ഥന്റെ അടുത്ത് വിളിച്ചായിരുന്നാ? വിളിച്ച് നമുക്ക് കുറച്ച് ഒരു കണ്ടം മേടിക്കണം കേട്ടോ. അയ്യോ കണ്ടം. ഈ കണ്ടത്തിൽ ഒരുപാട് ഇത് പിടിക്കൂല്ലേ. കണ്ടത്തിൽ എന്ത് കേട്ടാലും പിടിക്കും. കണ്ടം ഭയങ്കര ഫലഭൂഷ്ടമാണ്. ഓക്കെ ഗൈസ്, അത് വേണം. എവിടേക്ക് കാര്യം പറഞ്ഞ ഇറങ്ങടാ. ഇറങ്ങ്. കണ്ടം വേണ്ട, കര മതി. ഇവിടെ ഉണ്ട് ചീനി. ദേണ്ടിരിക്കുന്ന ചീനി. ഇതിപ്പോ പുഴുതോണ്ടോന്നാണോ? ഓ, അവിടെ നിപ്പുണ്ടോ? പുഴുവ നിപ്പുണ്ടോ? ഒരു മൂടാ. അത് പറിക്കാം നമുക്ക്. ഇതിരി ചക്ക തന്നെയാ പഴുത്ത ചക്ക കേട്ടോ. വരുന്നില്ല ഇത്. നല്ല ചക്ക കേട്ടാ. ഇന്നലെ ഉടുപ്പൊന്നും ഇടാ സിക്സ് കാണിച്ചിരിക്കുന്ന നാട്ടുകാർ കണ്ടോണ്ടിരിക്കുക. വ്ളോഗാ, ഫേമസ് ആവാൻ പോവാ നീ. ആ ഭാഗത്ത് ചീനി പോണ്ട കേട്ടോ. നമുക്ക് വയലിൽ പോണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വരുന്ന വട്ടെ. വലിയ ചീനിയാണോ ചെറിയ ചീനിയാണോ? അപ്പൊ തോനെ ഫൂഫ് കാണുമല്ലേ. ഒരു ഫൂഫ് ഉണ്ടാക്കുള്ള കഷ്ടപ്പാടേ. ഈ വാഴ മാത്രം നടാതെ ഇടയ്ക്ക് ഈ ചീനിയും കൂടെ നട്. അത് ഉപയോഗമാ. ഞാൻ പിടിക്കട്ടെ. എന്നാ പിടിച്ച ഭയങ്കര കട്ടി. തക്കാലം നിർത്ത്. ഞാൻ സാധനം എടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രസവിച്ചേനെ. ആ കുന്താലി എടുത്തത്. കുന്താലിട്ട് കളക്കണം. നല്ല വരൂ. പറയില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് മാക്ക് മറിക്കണം. അയ്യോ, കയ്യില് ചക്കയിലൊക്കെ പോയി തലയിലും വെച്ച് വെച്ചോ. കുന്താലി എടുത്തട്ടെ. ഈ കുന്താലി ഇല്ലാതെ കളക്കാൻ പറ്റത്തില്ല. വീട് ഇത് ഒത്തിരി ഉണ്ടല്ലോ. മുതുക്ക് ചീനി കേട്ടോ. വെയിറ്റ് ഉണ്ടാ? രണ്ട് പുന്നെ യമകണ്ഠൻ ചീനി കേട്ടോ. ഇത് ഒത്തിരി വലുതായില്ലച്ചാ. വെയിറ്റ് ഉണ്ടോ? ഇതിന്റെ ബാക്ക് സൈഡ് വേറെന്തോ മാതിരി ഇരിക്കുന്നു. മറ്റേ മയിലിന്റെ ഒക്കെ പീലിരിക്കുമല്ലോ അതുപോലെ. ഓഹോ, അയ്യോ ഇത് ശരിക്കും മയിലിന്റെ പീലി വിടർത്തിയ മാതിരി ഉണ്ട്. ഇത് ഫൂഫു ഉണ്ടാക്കാൻ. ഫൂഫു മറ്റേ ആഫ്രിക്കയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൈസാ. പലഹാരമല്ല ഇത്. അത് പറഞ്ഞു തരാൻ എനിക്കും അറിയത്തില്ല. ഇങ്ങനെ പുളുപുളാന്ന് ഇരിക്കും ഇത്. കഴിക്കാനുള്ളതാ. എന്തിനാ ചവയ്ക്കുന്ന? അണ്ടിപ്പരിപ്പോ? എരിയും പുളിയൊന്നും ഇല്ല. ഇത് ഇങ്ങനെ വളുവളാന്നിരിക്കും. എനിക്ക് അത് മാത്രമേ പറയാറിയാവൂ. ഞാൻ ഉണ്ടാക്കിയോട്ടെ, കൊള്ളാക്കി ഞാൻ കൊണ്ടുവരാം. പൂഫു ഈശ്വര, അതൊരു പഞ്ച് ഡയലോഗ് ആയിപ്പോയി. ഈ ചീനി എന്റെ മേത്തുള്ളല്ലേ കമ്പൊന്നു ഒത്തി മാറ്റിപ്പിടിയത്. പോവാ. ആ ചീനിയുടെ സൈസ് കണ്ടാ?
ഭയങ്കര വലിയ ചീനി ആയി പോയി കേട്ടോ ഇത്. ഇതിലത്ത് ഒരെണ്ണം ഒടിഞ്ഞു പോയായിരുന്നു അതെന്ത്? അത് കൊടുത്തതാ. കണ്ടോ, വല്ലപ്പോഴും ഈ വാഴയ്ക്ക് പകരം ചീനി കൂടെ നട്. ഇടവേള കൃഷിയായിട്ട് നടാൻ പറ്റും. വാഴയുടെ കീഴി ചീനി അങ്ങനെയൊക്കെ നടാറുണ്ടല്ലോ. വാഴക്കിഴി ചീനി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ടൈമില്ല. പെട്ടെന്ന് തന്നെ ഫൂഫ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ഉണ്ടാക്കും. നമ്മൾ ചീനിയൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് ഇനി നമുക്ക് കഴുകി എടുത്തിട്ട് നമുക്ക് ജാറിനകത്തിട്ട് അടിക്കണം. അടുത്ത ലക്ഷ്യം അതാണ്. നമ്മൾ നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഇത് അവസാനം ഇത് എങ്ങനെ ആയി വരും എന്ന് അറിയാൻ വേണ്ടിട്ടേ അമ്മ നമ്മുടെ പഴയ ഉരുപ്പടിയൊക്കെ എടുത്തോണ്ട് വന്നേക്ക് കേട്ടോ. പ്രീതി മിക്സികൾ. അയ്യോ, ഇത് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വെച്ചുള്ള മിക്സിയാ. ഇത് ഏതാണ്ട് എത്ര വർഷം ഒരു ഞാൻ ഇത് 3-4 പ്രാവശ്യം റിപ്പയർ ചെയ്തു. ആ എന്നിട്ടും കളഞ്ഞില്ല. ഇപ്പോഴും മികച്ച രീതിയിൽ ഇത് ഇട്ട് അരയ്ക്കുമോ? പിന്നെ ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10 വർഷമെങ്കിലും കഴിഞ്ഞാണ് ഈ മിക്സി മേടിച്ചിട്ട്. പക്ഷെ ഈ പ്രീതിയുടെ മിക്സി അടിപൊളിയാട്ടോ. ഈ പ്രൊമോഷൻ രണ്ടോട്ട് നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. രണ്ടോട്ട് ശരി. ഈ ISA മുദ്രയുള്ള മിക്സി എടുക്കണം. ISA മുദ്ര പോയി. മുദ്ര വേണം. മുദ്ര വേണം. മുദ്ര. ഞാൻ അരിയാട്ടുന്ന എതിലാടാ. ആ ഇന്ന് ഞാൻ ആട്ടും പിടി. ഇനി നമ്മക്ക് ചീനി നമ്മക്ക് ഇതിനകത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് ചീനി കുറച്ചിട്ട് ഇത് എല്ലാവരും അരയോ? അയ്യോ, ആ മിക്സി ഇന്ന് പന്നലാവും. ഇന്ന് പന്നലാവോ? അത് ഓവർലോഡാ വെച്ചു. ആ ഇത് മാത്രം ഇട്ട് നമുക്ക് ഇങ്ങനെ അരച്ചങ്ങ് എടുക്കാം കേട്ടോ. വെള്ളം വെള്ളം ഒഴിച്ചില്ല കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. അറിയുന്നു. കമോൺ. പത. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചീനിയൊക്കെ ഫുള്ള് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേന് റെഡിയാവും. അത്രേ ഉള്ള സംഭവം. ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഇട്ടിട്ട് വറുക്കുമല്ലോ. അതായത് ഇങ്ങനെ ഇളക്കി അതിങ്ങനെ കുറുവി വരണം. ഞാൻ ഇതുവരെ ഈ ചീനി ഇങ്ങനെ അരച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടിട്ടില്ലേ? മതി. ഉപ്പ് ആവശ്യത്തിനാണ് കേട്ടോ. ഞാൻ ഇഡലിക്ക് മാവ് നനയ്ക്കുന്ന ഇരിക്കുന്നല്ലേ. ഇത് വെച്ച് ഇഡലി ഉണ്ടാക്കിയാലോ നമുക്ക്? അത് വരുവോ ഇഡലി? കൊള്ളാൻ തോന്നില്ല. നല്ല കളറ് മാവ് സെറ്റ് ആയിട്ടിരിക്കുന്നു. എനിക്ക് വന്ന് ഈ എണ്ണപ്പലൊക്കെ ഉണ്ടാക്കൂലേ, അതിനെ കൊള്ളായിരിക്കും. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഇൻഡക്ഷനിലാട്ടോ വെക്കുന്നത്. വർഷങ്ങളായി പഴയത്. ഇതെല്ലാം പഴയതാട്ടോ. ഇത് ഇങ്ങനെയൊക്കെ ആയി കേട്ടോ. കറക്റ്റ് ഇല്ല. തൈരുണ്ടല്ലോ, തൈരിന്റെ കണക്കിരിക്കുന്നത് അല്ലേ. ഓണാക്ക്. അമ്മയ്ക്ക് അറിയത് ഓണാക്കാൻ. ഇതിന്റെ ഇവിടെ അല്ലായിരുന്നു, അതൊക്കെ പോയി. ഞാൻ വേറെ സെപ്പറേറ്റ് സ്വിച്ച് ഒക്കെ ആക്കി. നമ്മള് വർഷങ്ങളായാലും പല കളർ ഇതിന്റെ മാക്സിമം ശരിയാക്കി ഇടും. എല്ലാം മാക്സിമം പോയി കണ്ടോ. ഈ കലത്തിന്റെ ഒക്കെ സ്റ്റിക്കറൊക്കെ പോയി, പെയിന്റും ഒക്കെ പോയി. ജസ്റ്റ് അത് ഓണും ആവുന്നില്ല ഗൈസ്. ആയോ? അടിന്ന് പുകയൊക്കെ വരുന്നു. ഹാപ്പിയേ റെഡിയാവും. ആണോ കൂട്ടുകാരാ? നല്ല മനസ്സിന് നന്ദി. ഈ സാധനം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാ മതി. ചൂടായി അടിക്കുടിക്കുള്ളൂ. എനിക്ക് വെള്ളം ഒഴിക്കണമായിരിക്കും. ഇല്ല, വെള്ളം ഒഴിക്കണ്ട. അടിക്കുടിക്കുന്നു. അച്ഛ ഇത് ഇങ്ങനെ അച്ഛാ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യം ഇൻഡക്ഷനിൽ കൊണ്ടുവച്ചു. പക്ഷേ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചൂടാകുന്നു. അതുമാത്രമല്ല സ്റ്റീലിൻ്റെ പാത്രം കൂടെ ആയതുകൊണ്ട് അത് അടിക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അത് നോൺ സ്റ്റിക്ക് പാനിലോട്ടാക്കി എന്നിട്ട് ഗ്യാസിൽ വെക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഫ്ലെയിം കൺട്രോൾ ചെയ്യാമല്ലോ. അടി കരിയത്തില്ല അല്ലേ? ഇപ്പം കൈയും കൂടെ കത്തിയാനെ. ഫുൾ ഇളക്കിൻ്റെ സംഭവമാണിത്. ഇനി നമ്മൾ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. മാറി ഇങ്ങനെ പെതുക്കെ ഉരുട്ടെ. അതാ പറഞ്ഞ തോനെ നേരം എടുക്കും. പൊട്ടിത്തെറിക്കാൻ തോന്നുന്നു പോകുമ്പോ. കുറച്ച് നേരമായിട്ട് ഞങ്ങൾ ഇളക്ക് തുടങ്ങിയിട്ട് എല്ലാരും ഭയങ്കര കട്ടി കുറച്ച് വേറൊരു ഈ സംഭവത്തിലോട്ട് ആവുന്നുണ്ട് കേട്ടോ. ഇത് എന്താണ് അമ്മയുടെ ഒരു പ്രതീക്ഷ ഇതിനെ പറ്റിയിട്ട്? ഇത് ഇല്ല, ഓണത്തിന് മാപ്പൊടി ഉറക്കൂലേ, അതേപോലെ മെനക്കേടാൻ തോന്നുന്നു. ഒത്തിരി സമയം എടുക്കും. ഗ്യാസ് ഇച്ചിരി തോനെ വേണം കേട്ടോ. 1/2 സിലിണ്ടർ ഒന്നും ഉണ്ടെങ്കിൽ ഇത് വെന്ത് വരത്തില്ല. 1 സിലിണ്ടർ വേണം. അയ്യോ, വേറെ കുറ്റിയില്ല. കുറ്റിയാ? ഹാപ്പി മണ്ടയിൽ ഒരു കുറ്റി ഇറക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, രാവിലെ ഹാപ്പി ഒരു ഫൂഫ് ഇറക്കി വെച്ചിട്ടുണ്ട് മേല്. അത് ഇതുവരെ എടുത്തില്ലല്ലേ? ഉണക്ക ഫൂഫു. അവന് രാത്രി ചിലപ്പോ അപ്പിടാൻ മുട്ടും. അപ്പൊ അമ്മ എന്ത് ചെയ്യും? അമ്മ പോയി പിടിക്കും. അപ്പിടപ്പി. ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ അതിവിപുലമായ
ആഫ്രിക്കൻ ഫൂഫു ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛനാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഫൂഫുവിനെ പറ്റിയിട്ടുള്ള ആ ഒരു അഭിപ്രായം പറയൂ. എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? ഇത് എന്തിനായി തീരുമെന്ന് ദൈവത്തിന് അറിയാം. ആണോ ഗൈസ്? ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാസനയൊക്കെ വരുന്നുണ്ട് ഇല്ലേ അമ്മ? മന്ദം കയറി കണക്കായി. ഞാൻ വേറെ പറ. ഇവിടെ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ പശ ഒട്ടിയില്ല, ഈ പോസ്റ്റർ ഒട്ടിക്കാൻ കൊള്ളാം. ആദ്യം വരുവായി. ഇത് ഭയങ്കരമായിട്ട് ഒട്ടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇളക്കും തോറും ഇത് കുറച്ചിങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നിറത്തിൽ ചെറിയ വ്യതിയാനം വരുന്നുണ്ട്, അതുപോലെ തന്നെ വാസനയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് പക്ഷെ ഇത് അരച്ചിങ്ങനെ കണ്ട ഇത് ചീനി വെച്ച് ഉണ്ടാക്കിയ ഒരു ഐറ്റം ഒന്നും കണ്ടാ പറയത്തില്ല അല്ലേ? ഈ മൂക്കട്ടയുടെ ഒരു സംഭവം വെറുപ്പിക്കുക. ഇല്ല കൈസ്, ഇത് കടുവാണോ വർക്കോ? എന്തൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്ന? നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ അല്ലേ? ഗ്യാസ് ട്രൈ ചെയ്താൽ കിട്ടൂല. ഞാൻ രാവിലെ ഇത് കണ്ടോട്ടെ എണീറ്റത്. അപ്പൊ ഒരാഗ്രഹം ഫൂഫു ഉണ്ടാക്കണോ അത്. ഓക്കെ ഗൈസ്, ഇത് ഇങ്ങനെ ആ ഒരു ഷേപ്പ് കണ്ടിട്ട് കൊള്ളാൻ തോന്നില്ലേ? പക്ഷേ സംഭവം ഇത് ചൂടാവും തോറും ഈ സാധനം തിക്കായി വരുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഒന്ന് മാറി ഇളക്കി ഒന്ന് സെറ്റാക്കി ഇട്ട് കേട്ടോ. കൊതിയാവുന്നുണ്ടോ ഫൂഫ് തിന്നാനായിട്ട്? എനിക്കിത് കണ്ടിട്ട് കൊതിയൊന്നും വരുന്നില്ല. അമ്മയുടെ മോൻ കണ്ടാൽ അറിയാം അമ്മ കൊതി വിട്ടിരിക്കുകയാണോ ഫൂഫ് തിന്നാനായിട്ട്. എനിക്ക് കൊതിയൊന്നും വരുന്നില്ല. ഞാൻ എന്തിനു ഇത്ര ഉണ്ടാക്കുന്ന? നിങ്ങൾക്ക് രണ്ടുപേർക്കും ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിട്ടാ. വെറൈറ്റി സാധനം ഞാൻ നിനക്ക് എന്തെല്ലാം ഉണ്ടാക്കി തന്നിട്ടാ. ഈ പൂപ്പു എന്തെന്നെ കൊള്ളാവോ, തിന്നു നോക്കാം. ചീനയില എന്നിട്ട് ഞങ്ങൾ ആടൊക്കെ എത്രയും സത്തിട്ടുണ്ട് അറിയോ? ചീനയില കൊടുക്കത്തില്ലേ ആടിന്? ചീനയില കൊടുക്കൂല. ഇത് കെട്ടുവഴിച്ചുണ്ടെങ്കിൽ തിന്നും. ഒരിക്കൽ ഞങ്ങളെ വീട്ടുകാർ ആട് നമുക്ക് കെട്ടുവഴിച്ചുണ്ട്. ഈ ആട് ഒരു ചീനി മൊത്തവും തിന്നു. അമ്മ ചെന്ന് എണ്ണി നോക്കും എത്രയല്ല തിന്നതെന്ന്. ആടിന് ചീനിന്നോ മറ്റേ കഞ്ചാവടിച്ച ഫീൽ. ആട് കറങ്ങി കിടക്കും. എനിക്ക് ഓർമ്മയുണ്ട്. അത് കണക്ക് ഒത്തിരി ചോറ് കൊടുക്കത്തില്ല. ആടിന് പെട്ടെന്ന് അസുഖം വരുന്ന ഒരു ജന്തുവാണ് ഈ ആട്. ജീവി. ആട് ചീനയില എന്താണാവും കറങ്ങി അടിച്ച എവിടെയെങ്കിലും കിടക്കാം. കട്ട ഈ ചീനിയിൽ ഒരുപാട് ഐറ്റമുണ്ട്. കട്ടൻ ചീനിയൊക്കെ ഉണ്ട്. അതൊന്നും ഫൂഫു അടിക്കാൻ നിൽക്കരുത്. ആരെ കണ്ട് ആരാ ഹാപ്പി? ആരോ വന്നു കേട്ടോ. ഹാപ്പി കുരയ്ക്കുന്നു. അവന് തോന്നിയത് ആരോ വന്നെന്ന്. ഇല്ല, ആരോ താഴെ കൂടെ നടന്നു പോയി. കുരച്ചു ആള് വന്നപ്പോ കുറച്ച് അല്ലെങ്കിൽ ഇവിടെ മിണ്ടായിരിക്കുന്നത്. വീഡിയോ എടുക്കുന്ന അറിഞ്ഞു വന്നു പോകുന്നു. അത് എന്റെ അവസ്ഥ വേണ്ട. ഞാൻ പണ്ടൊരു പിസ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? ഒരു സാധനം എനിക്ക് കൊടുക്കത്തില്ല. വേണ്ട, അമ്മ ഹാപ്പി കൊടുക്കാം. അമ്മ എന്നെ പറ്റിട്ട് എന്താ അമ്മ വിചാരിച്ചത്? ഞാൻ വെറൈറ്റി ഐറ്റംസ് അല്ലേ കൊണ്ടുവരുമോ? എന്തോടാ ഇത് കണ്ണു? എനിക്കെങ്ങോ സത്യം ഉറക്കം വരുന്നത്. എനിക്ക് ഒരു മന്ദത, ഇതിന്റെ സ്മെല്ലടിച്ചിട്ടാന്ന് തോന്നുന്നു. ഒരു കിറുക്ക് കഞ്ചാവിന്റെ കിഴങ്ങുമല്ലോ വരുന്ന എടുത്തോണ്ട് വന്നത്. എന്തിത്ര മയക്കം? ഇന്ന് 3 പെട്ടിയിലാവും. ഓക്കെ ഗൈസ്, ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇളക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇതിനി റെഡി ആയിട്ട് വരാം സുഹൃത്തുക്കളെ. ഓക്കെ, ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ഫൂഫു ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാണ്ട് നമ്മളൊരു 1 മണിക്കൂർ അടുപ്പിച്ചെടുത്തല്ലേ ചാ? 1 മണിക്കൂർ അടുപ്പിച്ചെടുത്തു ഈ സാധനം ഉണ്ടാക്കി വരാനായിട്ട്. ഈ ഒരു ലുക്കിലൊക്കെ ആയിട്ടുണ്ട് ഫൂഫു. ഇത് നല്ല കണക്ക് തണുത്ത് കേട്ടോ. ഞങ്ങൾ ഒത്തിരി നേരം വെച്ചിരുന്നു, കാരണം ചൂടോടെ ഇത് കഴിക്കാൻ പറ്റത്തില്ല. അണ്ണാക്കി ഒട്ടി അവിടെ ഇരിക്കും, വെന്തവിടെ ഇരിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒന്ന് തണുത്തതിന് ശേഷമാണ് എടുത്തത്. അതിൻ്റെ കൂടെ അമ്മ നല്ല അടിപൊളി ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, നല്ല മഴക്കോളും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യും. ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ മഴയത്ത് കഴിക്കാമല്ലോ എന്നും കൂടെ ആലോചിച്ചിട്ടാണ്. പക്ഷെ ഇതിപ്പോഴേ പെയ്യണില്ല. മഴക്കോളുണ്ട്, മിക്കവാറും പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. നല്ല മഴയൊക്കെ കണ്ട് പൂപ്പ് കഴിച്ചിരിക്കും. അച്ഛൻ ആദ്യം കഴിയും. അച്ഛൻ ഫസ്റ്റ്. പോഹോ ആവും. അത് പശമാതിരി ഉണ്ട്. കഴിച്ചോക്കിയ ഒട്ടിയാണ് അറിയപ്പോണത്. ഓ, അമ്മ പീസും എടുത്തു. പീസൊക്കെ എടുത്ത് ഒട്ടുന്നു ഒരുമാതിരിയാ? കൊള്ളില്ല. സാധാ ചീനി നമ്മള് എരിശ്ശേരിയൊക്കെ
ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ച് കറിയിലൂടെ മുക്കി എടുക്കാം. കറിയുടെ മുക്കി എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. മിണ്ടാൻ പറ്റൂല, രണ്ടും കൂടെ ഇങ്ങനെ ഒട്ടും. കൊള്ളത്തില്ല, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഇത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഇത് ഭയങ്കര തിക്കാണ് ഇത് സാധനം. ഇതുണ്ടോ, ഇതിങ്ങനെ ഒട്ടി അങ്ങ് ഇരിക്കും മണ്ണാക്കി. എന്റെ ഫൂഫുവിന്റെ ആ കഴപ്പം അങ്ങ് തീർന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ്. ഒരു നമുക്കിത് ഇഷ്ടപ്പെടത്തില്ല കണ്ടോ, ഇങ്ങനെ ഒട്ടി ഇങ്ങനെ ഇരിക്കുക. കണ്ടോ ഹൊയ് ഹൊയ് കണ്ടോ, കയ്യൊന്നും പോകൂലത്. ചിലപ്പോ ആഫ്രിക്കക്കാർക്കൊക്കെ ഇത് തിന്ന ശീലം ഉള്ളതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ നമുക്കെന്തോ ഇത് ദഹിക്കത്തില്ല. എനിക്ക് ഒത്തിരി കഴിക്കാനും തോന്നില്ല. കാരണം ഇത് വായിലോട്ട് വെക്കുമ്പോഴേ അങ്ങ് അണ്ണാക്കി മൊത്തത്തിൽ അങ്ങ് ഒട്ടി അങ്ങ് പിടിക്കുക. നമുക്കൊന്നും ഇറക്കാനും പറ്റത്തില്ല, ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു വല്ലാത്തൊരു സൈസ് അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, വയറൊക്കെ പ്രശ്നമില്ലല്ലോ, ശരിയാ കഴിച്ചോളൂ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ബൈ.